ശ്രീ അവിടെ ഞാൻ ചോദിക്കുന്നത് അനിൽ പിള്ളയിൽ താങ്കൾ ഏത് പക്ഷത്താണ്? തന്ത്രിയെ സംശയനിഴലിലാക്കണോ വേണ്ടയോ? അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനകത്ത് മയർകുന്നൻ രാമനായർ സാർ പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ സാധാരണ ഭക്ത സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംശയം ഉളവാക്കുന്ന കാര്യങ്ങളുമുണ്ട് ഇതിനകത്ത്. കാരണം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ള തന്ത്രിയാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങളും മെമ്പർമാരും ഒക്കെ 1-2 വർഷക്കാലത്തേക്ക് വരുന്നു. ദേവസ്വം ബോർഡ് ജീവനക്കാരൻ 2-3 വർഷമൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നു. മേൽശാന്തി ഓരോ വർഷവും മാറുന്നു. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ ശബരിമലയെ കാണുകയും അവിടുത്തെ സംഭവങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളത് തന്ത്രി തന്നെയാണ്. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരു പെർപ്പച്വൽ ആയിട്ടുള്ള മൈനറുടെ ഗാർഡിയൻ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് നിയമം അനുസരിച്ചുകൊണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശ്രീകോവിലിന്റെയും അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി ദിവസവും കാണുകയും അനുഭവിക്കുകയും അവിടെ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ എന്തൊക്കെയാണ്, അവിടുത്തെ സവിശേഷതകൾ എന്നുള്ള കാര്യങ്ങളെ പറ്റി 100% കൃത്യമായി മനസ്സിലാക്കുകയും പറയുകയും ചെയ്യാൻ കഴിയുന്ന വ്യക്തി തന്ത്രിയാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം മാനുവൽ എന്താണെന്ന് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അറിയാമായിരിക്കുമല്ലോ. ഈ ദേവസ്വം മാനുവൽ അനുസരിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവചൈതന്യമുള്ള ഒരു വസ്തുവിന്റെ നിർമ്മാണമോ മെയിൻ്റനൻസോ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെ നടക്കണമെന്നുള്ള കാര്യം തന്ത്രിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഈ കേസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2 കാലഘട്ടത്തിലും വിജയമല്യ സ്വർണം പതിച്ച ആ കാലഘട്ടത്തിൽ മാത്രമേ ശബരിമല സന്നിധാനത്ത് വെച്ച് അല്ലെങ്കിൽ പമ്പയിൽ വെച്ച് അതിന്റെ ക്ലാഡിംഗ് വർക്കുകൾ നടന്നിട്ടുള്ളൂ. ബാക്കി 2 തവണ 2019 ആ ജോലി അവിടെ നടത്താമെന്ന് അന്നത്തെ ഉദാഹരണം അല്ലെ അത് തെളിയിക്കുന്നതാണ്. അതെ അതെ, ഈ നമ്മൾ പറയുന്ന ഈ ചർച്ചയ്ക്ക് വിഷയമായ കാലഘട്ടത്തിൽ അപ്രകാരം അവിടുത്തെ ഈ ശ്രീകോവില് ഇളക്കിയെടുത്ത് സ്വർണം പൂശാനോ സ്വർണം അടിച്ചെടുക്കാനോ കൊണ്ടുപോയ സമയത്ത് തീർച്ചയായിട്ടും അത് ശബരിമല സന്നിധിയിൽ വെച്ച് നടത്തിയിട്ടില്ല എങ്കിൽ തന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെട്ട് കാണുമല്ലോ. അപ്രകാരം ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്ത്രി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ കാണിച്ചിരിക്കുന്നത് തെറ്റാണ്, അജ്ഞാപൂജ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട്, അത് നിയമവിരുദ്ധമായതുകൊണ്ട് അദ്ദേഹം അക്കാലത്തെ സ്പെഷ്യൽ കമ്മീഷണറെയോ ദേവസ്വത്തിനെയോ രേഖാമൂലം അറിയിക്കണം. ഈ കാണിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണെന്ന് ബോധിപ്പിക്കേണ്ട ബാധ്യത തന്ത്രിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും അപ്രകാരം ഒരു സാഹചര്യം സംഭവിച്ചതായി കാണുന്നില്ല. അതൊക്കെയാണ് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറയുന്നത് തന്നെ പത്മകുമാർ സൂചിപ്പിക്കുകയുണ്ടായി. നിയമത്തിന്റെ കണ്ണിൽ തന്ത്രി ചെയ്ത പ്രവൃത്തിക്ക് കുഴപ്പമുണ്ടാകില്ല, രേഖകളില്ല അല്ലേ? അല്ല, നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയാണ് ഈ സംഭവങ്ങൾ 2025 ആവർത്തിക്കാൻ സാഹചര്യം ഒരുക്കിയത് വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം 2019 തന്നെ ഇപ്രകാരമുള്ള ഒരു പ്രശ്നം ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ ഇപ്രകാരം 2025 സംഭവിക്കില്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും കൃത്യമായി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ എല്ലാ രീതിയിലും അഴിഞ്ഞാടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൽ ഒരു വ്യക്തി ഈ തന്ത്രി തന്നെയാണ്. നമ്മൾ ഹിന്ദു മതത്തിനെ സംബന്ധിച്ച് സെമറ്റിക് മതങ്ങളിലൊക്കെ മതപുരോഹിതന്മാരുണ്ട്. പക്ഷെ ഹൈന്ദവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം മതപുരോഹിതൻ ഇല്ലാത്തതുകൊണ്ട് ഈ തന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ടാണ് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്ന സാഹചര്യം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇന്ന് അദ്ദേഹം പത്രക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്തോ ഒരു ഭയപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് സാധാരണ ജനങ്ങൾക്ക് താങ്കൾ പറഞ്ഞത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഒരു പരാതി ഉണ്ടായിരുന്നു. ഒരു SC ശങ്കരൻ നമ്പൂതിരി എന്നുള്ളയാൾ, അദ്ദേഹം ശബരിമലയിൽ മുൻ മേൽശാന്തിയുമായിരുന്നു. അദ്ദേഹം വിജിലൻസിന് കൊടുത്തതായിട്ടുള്ള ഒരു പരാതി മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയതാണ്, താങ്കളും അത് വായിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനകത്ത് അദ്ദേഹം ഈ പറയുന്ന ബന്ധമാണ് പറയുന്നത്, തന്ത്രിയും ശബരിമല തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നയാൾ തന്ത്രിയാണ് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ചിലപ്പോൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കായിരിക്കും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും പോയിരിക്കുക എന്ന് നമുക്ക് അനുമാനിക്കാം. എന്താണ് പ്രത്യേക സംഘത്തിന് മുന്നിൽ പറഞ്ഞതെന്നൊന്നും തന്ത്രി പറയുന്നില്ല. അദ്ദേഹം പറയുന്നു എനിക്കതിൽ പരിമിതികളുണ്ട്, നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന്. അപ്പോൾ ഈ അന്വേഷണം നിസ്സാരമല്ല എന്നിപ്പോൾ കരുതാം അല്ലേ?
തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരത്തിന് ശബരിമലയിൽ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കി കൊടുത്തതിലെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി തന്ത്രി തന്നെയാണ്. കാരണം തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിൽ ശാന്തിയായിരുന്ന ആ ക്ഷേത്രത്തിലെ താന്ത്രിക കാര്യങ്ങൾ നോക്കിയിരുന്നതും ഇദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള തന്ത്രി തന്നെയാണ്. ഈ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ ഭാഷകളും കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ചിലപ്പോൾ മലയാളമോ അത്യാവശ്യം തമിഴൊക്കെ അറിയായിരിക്കും. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഷകളും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇദ്ദേഹവും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ളത് പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രതിസ്ഥാനത്താക്കണമെന്നൊന്നുമല്ല നമ്മൾ ആരും പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന് അതീതനായിട്ട് അദ്ദേഹം ശരിയാണ് ശ്രീജിത്ത് പണിക്കർ, ഇങ്ങനെ സംശയം ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന് ചുറ്റും. അതിൽ ഈ നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അതിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ എന്നും നിയമവഴികൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ വിശ്വാസികൾക്ക് അതല്ലല്ലോ വേണ്ടത്. അദ്ദേഹം പൂർണ്ണമായിട്ടും സംശയ നിഴലിൽ ഉണ്ടാകരുത് എന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹം നിയന്ത്രണമുണ്ടെന്നാണ് പറയുന്നത്. അല്ല, നോക്കൂ, നമ്മളിവിടെ കുറച്ചു പേരിരുന്ന് ഊഹിച്ച് തന്ത്രി അങ്ങനെ ചെയ്തില്ല, തന്ത്രി ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതോ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അസസ് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഊഹിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട്, തന്ത്രിയെ നിങ്ങൾ എന്തുകൊണ്ട് സംശയിക്കുന്നു? എന്താണ് അദ്ദേഹത്തിന്റെ ഇതിലെ വീഴ്ച? ആ കാര്യത്തിന് പോയിന്റഡ് ആയിട്ടുള്ള മറുപടി പറയൂ. ഇന്ന കാരണത്താൽ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കാരണത്തിലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിയമപരമായി നോക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ വേണ്ടത് ആ വിശ്വാസമാണല്ലോ, തന്ത്രിയിലുള്ള വിശ്വാസമാണല്ലോ. കാണിച്ച കാര്യം അത് ഞാനും അത് ചോദിക്കുകയാണ്. കാരണം ഈ 2019 സ്വർണം പൂശുവാൻ കൊടുത്തുവിട്ടു. അപ്പോൾ ആ സമയത്ത് ഈ സ്വർണ്ണപ്പാളികളിൽ അന്ന് തനി തങ്കമായിരുന്നല്ലോ എന്നുള്ള കാര്യം തന്ത്രി എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളതുണ്ട്. പിന്നെ 2025 വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിട്ടപ്പോൾ അതെങ്ങനെ മങ്ങിപ്പോയി എന്നുള്ള ചോദ്യം ഉണ്ടായില്ല. ഇനി ചോദ്യം ഉണ്ടായോ എന്നറിയില്ല. അതൊക്കെ പറയേണ്ടത് തന്ത്രിയാണ്. അപ്പോൾ തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ തുറന്നു പറയണം. അതിന് അദ്ദേഹത്തിന് എന്ത് നിയന്ത്രണമാണുള്ളത്? അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പ്രതിയല്ല. മഞ്ജുഷ് ഇവിടെ ചില കാര്യങ്ങൾ മഞ്ജുഷ് ഊഹിച്ചിട്ട് അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നാ പറയുന്നത്. ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അതായത് അദ്ദേഹം അങ്ങനെ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ഇപ്പോ അന്വേഷണ സംഘത്തിനോട് അത് പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യത്തിനെ കുറിച്ച് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത്, നമുക്കറിയാത്ത സോളിഡായിട്ട് ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഇല്ലാതിരിക്കുന്ന വിശ്വാസത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ വെറുതെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതും വിശ്വാസികൾ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകണം. ഇപ്പൊ ഈ പറയുന്നതനുസരിച്ച് നമ്മൾ ഈ 2019 2025 സംഭവം എടുത്ത് നോക്കൂ. അവിടെ നിന്ന് ശബരിമലയിലെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ ഇത് ചെയ്യണമെന്നുള്ള കാര്യത്തിനെ പറ്റി തന്ത്രിക്കും അറിയാം. അത് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നു. ആ സമയത്ത് തന്ത്രി ആരോടെങ്കിലും ചോദിച്ചാൽ എന്താണ് തന്ത്രിക്ക് കിട്ടുന്ന മറുപടി? ദേവസ്വം ഭരണസമിതിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അപ്രൂവൽ ഇതിലുണ്ട്. അങ്ങനെ പുറത്ത് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യവസ്ഥാപിതമായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. താങ്കൾ ഓർക്കുന്നുണ്ടാകും, ശ്രീ കെ ജയകുമാർ പാടില്ല എന്നുള്ളതാണ് 2025 സംഭവിച്ചപ്പോൾ. കാരണം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞിരുന്നില്ല എങ്ങനെ കൊണ്ടുപോകുന്നത്. എന്റെ മഞ്ജുഷെ നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തമെല്ലാം തന്ത്രിയെ ഏൽപ്പിക്കുകയാണ്. അതായത് ദേവസ്വത്തിന്റെ ഭരണസമിതിയുടെ ഉത്തരവാദിത്തം നിങ്ങൾ തന്ത്രിയെ ഏൽപ്പിക്കുന്നു. മാനുവൽ നോക്കിയിട്ട് ചെയ്യേണ്ടത് തന്ത്രിയാണെന്ന് പറയുന്നു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അതിനാണെന്ന് അവിടെ ശമ്പളം കൊടുത്ത ആൾക്കാരെ നിർത്തിയിരിക്കുന്നത്. ദേവസ്വത്തിന്റെ സ്റ്റാഫ് മുഴുവൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ഏറ്റവും പ്രധാനമായിട്ട് ഭരണസമിതിക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അവർക്കൊപ്പം തന്ത്രിയുമില്ലേ എന്നുള്ളതാണ്. അല്ലെ, തന്ത്രി പ്രൈം അക്യൂസ്ഡ് എന്നുള്ള രീതിയിലല്ല, തന്ത്രി രീതിയിലാണ് പറയുന്നത്. അങ്ങനെയല്ല. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ അത് പറയണം എന്നുള്ളതാണ് എനിക്ക് കൺവിൻസിംഗ് ആയിട്ട് വേണ്ടത്. ഇപ്പൊ വാസുവിന്റെ കാര്യത്തിലോ മുരാരി ബാബു ഏറ്റവും താഴത്തെ ഉദ്യോഗസ്ഥനാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ശ്രീകുമാർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കേസിൽ എന്താണ് വന്നിരിക്കുന്നത്, അവരുടെ വീഴ്ച എന്താണ്, അവരെന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ചോദിക്കുന്നത്, ദേവസ്വം ഭരണസമിതി തീരുമാനിച്ച് ശബരിമലയിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിരുന്ന അഭിമുഖത്തിൽ ശ്രീ കെ ജയകുമാർ പറഞ്ഞ എന്താ? നോക്കൂ, ശബരിമലയിൽ നടന്നിരിക്കുന്നത് സാങ്കേതികമായിട്ടാണെങ്കിലും പ്രായോഗികമായിട്ടാണെങ്കിലും സ്വർണ്ണക്കൊള്ളയല്ല. എന്തുകൊണ്ട് സ്വർണ്ണക്കൊള്ളയല്ല? കാരണം ഇതെല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗം വഴി അവർ പ്രൊസീജിയറലായിട്ട് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ലെജിറ്റിമേറ്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, തന്ത്രി